ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സൂപ്പർ വെയിറ്റ് ലോസ് ഡ്രിങ്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. 10 ദിവസം നമുക്ക് കഴിക്കാൻ പറ്റുന്ന, 10 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ഡ്രിങ്കാണ്. നമ്മുടെ ശരീരത്തിലുള്ള അമിതമായിട്ടുള്ള കൊഴുപ്പിനെയൊക്കെ അലിയിച്ച് കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ്റെ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോഴേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ട് ഒരു ഫ്രൈയിങ് പാനിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. പെരിഞ്ജീരകത്തിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. പൊട്ടാസ്യത്തിൻ്റെ ഉറവിടമാണ് പെരിഞ്ജീരകം. നമ്മുടെ ഹൃദയമിടിപ്പിനെയൊക്കെ നിയന്ത്രിക്കാനും രക്തക്കുഴലുകളെയൊക്കെ വികസിപ്പിക്കാനും അതുപോലെ BP നോർമലാക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ ഈ പെരിഞ്ജീരകം. അപ്പോൾ നമ്മുടെ പെരിഞ്ജീരകം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ 2.5 ഗ്ലാസ് വെള്ളം ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് വെക്കുകയാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചിക്ക് നമ്മുടെ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളെ വേഗത്തിലാക്കാനായിട്ട് കഴിവുണ്ട്. അപ്പോൾ അത് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് സഹായിക്കും. ആയുർവേദം അതുപോലെ പ്രകൃതി ചികിത്സ എന്നിവയിലൊക്കെ പല രോഗങ്ങൾ ഭേദമാക്കാനായിട്ട് ഇഞ്ചി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഒരു ചെറിയ അളവിൽ നമ്മൾ മഞ്ഞൾ ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പച്ചമഞ്ഞളാണ് എടുത്തിരിക്കുന്നത്. പൊടിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പെരിഞ്ജീരകം ചൂടാക്കി വെച്ചിരിക്കുന്നത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് നമ്മൾ കുറച്ച് സമയം തിളപ്പിക്കണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് തിളപ്പിക്കാം. ഞാനിത് നേരത്തെ കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഡ്രിങ്ക് കൂടിയാണ് കേട്ടോ. വീണ്ടും ഞാനിതൊരു 10 ഡേയ്സ് സ്റ്റാർട്ട് ചെയ്യുവാണിപ്പോൾ. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുവാണ്. വയറിൻ്റെ ഭാഗത്തൊക്കെ കൊഴുപ്പ് കൂടിയിട്ട് മടങ്ങിയൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഡ്രിങ്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ റിസൾട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഡ്രിങ്ക് കഴിക്കുമ്പോൾ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒഴിവാക്കുക. അതേപോലെ തന്നെ കൂടുതലായിട്ട് മധുരമുള്ള ബേക്കറി ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക കൂടി ചെയ്യണം കേട്ടോ. ധാരാളം പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്താം. അങ്ങനെ കൂടി ചെയ്താൽ നമ്മുടെ ശരീരഭാരം നന്നായിട്ട് തന്നെ കുറഞ്ഞു കിട്ടും. അത്യാവശ്യം നന്നായിട്ട് ഇത് തിളച്ച് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഞാനിനി തീ ഓഫ് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമഞ്ഞൾ ഇല്ലാത്തവർ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ 2.5 ഗ്ലാസ് ആണ് വെള്ളം ചേർത്തത്. 2.25 ഗ്ലാസ് വെള്ളമാണ് ചേർത്തത്. അതിപ്പോൾ 2 ഗ്ലാസ്സായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കഴിക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ രാവിലെയാണ് കഴിക്കേണ്ടത്. അത് രാവിലെ നമുക്ക് കഴിക്കാം. ആഹാരത്തിന് ഒരു അരമണിക്കൂർ മുമ്പായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. ആഹാരത്തിന് അരമണിക്കൂർ മുമ്പ് മറ്റു മരുന്നുകൾ കഴിക്കുന്നവരാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക കേട്ടോ. ഇതിലേക്ക് ഒരല്പം തേൻ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിനായിട്ട്. അപ്പോൾ അതിനുശേഷം നന്നായിട്ട് ഇളക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ തേൻ ചേർക്കുന്ന ഭാഗം വിട്ടുപോയി കേട്ടോ. അപ്പോൾ ഈ ഡ്രിങ്ക് കഴിക്കേണ്ടത് രാവിലെ വെറും വയറ്റിലാണ്. അതുപോലെ 10 ദിവസം അടുപ്പിച്ച് കഴിക്കുക. അതിനുശേഷം നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഡ്രിങ്ക് കഴിക്കുന്നതിന് മുമ്പായിട്ട് വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എത്ര വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ വയറിൻ്റെ അളവ് എടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വയറ് ചുരുങ്ങുന്നതും കാര്യങ്ങളും നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അഭിപ്രായങ്ങൾ, അറിവുകൾ, ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ എന്ത് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.